പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ അതായത് +1 ഇക്കണോമിക്സ് മോഡൽ എക്സാം 2025 ക്വസ്റ്റ്യൻ ആൻസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇതിലൊരു 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. കാൽക്കുലേറ്റ് മീൻ മീഡിയൻ മോഡ്. നമുക്കറിയാം മാധ്യം, മധ്യാങ്കം, ബഹുലകം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മീനാണ് ചെയ്യേണ്ടത്. മീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇക്വേഷൻ മനസ്സിലാക്കിയിരിക്കുക. സിമ്പിളാണ്. സിഗ്മ എഫ്(x) / n മതി. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന ആ രണ്ട് ടേബിൾ, അതായത് മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും, അതായത് എക്സും എഫും എടുത്തിട്ട് വീണ്ടും ഒരു 2 കോളം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുക. അടുത്ത കോളം എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ഓഫ് എക്സ്. നമുക്കറിയാം മാർക്സ് എന്തായിട്ടാണ് ക്ലാസ് ഇൻ്റർവെല്ലായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു മിഡ് പോയിൻ്റ് ഓഫ് എക്സ് ആക്കി വില എടുക്കുക. പിന്നെ ആ എക്സ് കണ്ടുപിടിച്ചിട്ട് എഫും ആവൃത്തിയും അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസും നമ്മുടെ മിഡ് പോയിൻ്റ് ഓഫ് എക്സ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് എക്സും കൂടെ എടുത്ത് ഗുണിക്കുക. അങ്ങനെ എഫ്(x) എന്ന് പേര് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് ആ മൂന്നാമത്തെ ടേബിൾ നോക്കിയാൽ അറിയാം. മിഡ് പോയിൻ്റ് ഓഫ് എക്സ് 0, 10 എന്ന് പറയുന്ന മാർക്സിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്ന 5 ആണ്. അടുത്ത രണ്ടാമത്തെ കേസ് എടുത്താൽ 10, 20 എന്ന് പറയുന്ന ക്ലാസ് ഇൻ്റർവെല്ലിൽ മിഡ് പോയിൻ്റ് ഓഫ് എക്സ് 15 ആണ്. അങ്ങനെ 20, 30 25 ആണ്. 30, 40 35 ആണ്. 40, 50 45 ആണ്. അങ്ങനെ ഇങ്ങനെയാണ് മിഡ് പോയിൻ്റ് ഓഫ് എക്സ് എടുക്കുന്നത്. നമ്മൾ മുമ്പ് പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്ക് എഫ്(x)ലോട്ട് പോകാം. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റിലെ 7, അതായത് ആവൃത്തി അല്ലെങ്കിൽ എഫിലെ 7, ഫ്രീക്വൻസിയിലെ 7ഉം മിഡ് പോയിൻ്റ് ഓഫ് എക്സ് ആയ 5ഉം കൂടെ എടുത്താൽ 7 × 5 മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 5 35. ഞാനിവിടെ ബ്രാക്കറ്റ് സൂചിപ്പിച്ചിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ ഒന്നും എഴുതി വയ്ക്കേണ്ട ആവശ്യമില്ല, നേരെ ഗുണിക്കുക, എഴുതുക. കാൽക്കുലേറ്റർ മസ്റ്റായിട്ട് കൊണ്ടുപോവുക. കാൽക്കുലേറ്റർ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, സ്വന്തമായിട്ട് കാൽക്കുലേറ്റർ കൊണ്ടുപോവുക, കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, 7 × 35 ആണ്. ദെൻ അടുത്തത് 15 × 5 75, 25 × 20 500, അടുത്ത 35 × 12 420, 45 × 6 270. അങ്ങനെ നമുക്ക് എഫ്(x) കിട്ടും. ഈ എഫ്(x) എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ സിഗ്മ എഫ്(x) എന്ന് പേര് കൊടുക്കും. ഇവിടെ 1300 ആണ് നമുക്ക് സിഗ്മ എഫ്(x) കിട്ടിയത്. അതിന് മുന്നേ നമ്മുടെ ഫ്രീക്വൻസി എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് n എന്ന് പേര് കൊടുക്കുമ്പോൾ 50 എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ എഫ്(x) 1300 ആയി, നമ്മുടെ n 50 ആയി. അപ്പോൾ 1300 / 50 = 26 എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്യുക. 1300 / 50 26. ഇതാണ് മീൻ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് മീഡിയൻ ആണ്. നമ്മൾ മീഡിയൻ കാണാനായിട്ട് സിമ്പിളാണ്. ആദ്യം ഇക്വേഷൻ മനസ്സിലാക്കുക. L0 + n/2 - CF / F × C. ഇതാണ് ഇക്വേഷൻ. ദെൻ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോയാൽ മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ എഴുതി. എന്നിട്ട് നമ്മൾ മൂന്നാമതൊരു കോളം കൂടെ ആഡ് ചെയ്യുന്നു. മൂന്നാമതൊരു കോളം CF എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ CFൽ എഴുതാനായിട്ട് നമ്മുടെ എഫിലെ മീൻസ് നമ്പർ ഓഫ് സ്റ്റുഡൻസിലെ ആദ്യത്തെ 7നെ അതുപോലെ എഴുതി വെച്ചു. രണ്ടാമതായ 7ഉം നെക്സ്റ്റ് സംഖ്യയായ നെക്സ്റ്റ് എഫായ 5ഉം കൂടെ ചേർത്ത് എഴുതും. 7ഉം 5ഉം 12, പിന്നെ 12ഉം 20ഉം കൂടെ ചേർത്ത് 32, 32ഉം 12 44, 44ഉം 6ഉം 50. അങ്ങനെ നമ്മൾ CF എന്ന് പറയുന്ന കോളം ഫിനിഷ് ചെയ്യും. ഫിനിഷ് ചെയ്തിട്ട് നേരെ എന്നിലേക്ക് പോവും. n എന്ന് പറഞ്ഞാൽ 50 ആണ്. ഇനി അടുത്ത് നമ്മൾ കാണേണ്ടത് n/2 ആണ്. അപ്പോൾ n/2 കാണുന്നത് n/2. n 50 ആണെങ്കിൽ n/2 25 ആയിരിക്കും. നമുക്കറിയാം, സിമ്പിളാണ്. അപ്പോൾ n/2 25 എന്ന് കിട്ടി. ഇനി ഈ 25 ഉൾക്കൊള്ളുന്ന CF ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ഇവിടെ CFനകത്ത് 7 ഉണ്ട്, 12 ഉണ്ട്, 32 ഉണ്ട്, 44 ഉണ്ട്, 50 ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ ഈ n/2 ഉൾക്കൊള്ളുന്ന CF കണ്ടുപിടിക്കണം. 7നകത്ത് നമ്മുടെ 25 കൊള്ളത്തില്ല, 7നകത്ത് 12 കൊള്ളത്തില്ല, നമ്മുടെ 25 12നകത്ത് കൊള്ളത്തില്ല, നമ്മുടെ 25 32നകത്ത് കൊള്ളുമെന്ന് ചോദിച്ചാൽ കൊള്ളും. അപ്പോൾ അവിടെ വെച്ച് നിർത്തുക. ആ 32 ഉൾപ്പെട്ട ക്ലാസ്, അതുപോലെ എഫ്, അതുപോലെ CF ഇതെല്ലാം ചേർത്തിട്ട് ഒരു പെട്ടിയാക്കുക. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ കോളം വരച്ച് പെട്ടിയാക്കിയ ഈ കോളത്തെ മീഡിയൻ ക്ലാസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അപ്പോൾ 32 എന്ന് പറയുന്ന CFനകത്ത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് 20, ക്ലാസ് ഇൻ്റർവെൽ 20, 30. ഓക്കെ,
ഇനി നമ്മുടെ ഇക്വേഷനിലോട്ട് പോവാം. L0 പ്ലസ് n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു C ആണ് നമ്മുടെ ഇക്വേഷൻ. പല പ്രാവശ്യം പറഞ്ഞതാണ്. ദെൻ നമുക്കിനി ചെയ്യേണ്ടത് ഈ ഓരോന്നും കണ്ടുപിടിക്കുക. L0 എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ നേരെ മാർക്സിൽ പോവുക. അതിൽ നമ്മൾ കോളം വരച്ച് വെച്ചിരിക്കുന്ന 20, 30 എന്ന് പറയുന്ന ക്ലാസ് ഇൻ്റർവെല്ലിൽ ലോവർ വാല്യൂ എടുക്കുക. L0 ലോവർ വാല്യൂ എന്ന് മനസ്സിലാക്കുക. L1 ആണെങ്കിൽ അപ്പർ വാല്യൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ L1 20, 30 എന്ന് പറയുന്ന നമ്മുടെ മീഡിയൻ ക്ലാസ്സിലെ ലോവർ വാല്യൂ. ക്ലാസ് ഇൻ്റർവെല്ലാണ് 20, 30. അപ്പോൾ 20, 30 എന്ന് പറയുന്ന ക്ലാസ് ഇൻ്റർവെല്ലിലെ ലോവർ വാല്യൂ 20ഉം അപ്പർ വാല്യൂ 30ആണ്. നമുക്ക് വേണ്ടത് L0 ലോവർ വാല്യൂ ആണ്. L1 ആയിരുന്നെങ്കിൽ അവിടെ 30 എടുക്കണമായിരുന്നു. അപ്പോൾ 20 L0 ആയി. ഇനി നമുക്ക് വേണ്ടത് n/2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 50/2 = 25 എന്ന് കിട്ടി. 25 കൊണ്ടാണ് നമ്മൾ CFലോട്ട് പോയതും. ഓക്കെ, ദെൻ ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് CF ആണ്. CF എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മൾ കോളം ഇട്ട CFൻ്റെ തൊട്ട് മുകളിലുള്ളതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള CF. അതായത് ഇവിടെ 12, 32ആണ് കോളത്തിനകത്തുള്ള അല്ലെങ്കിൽ ബോക്സിനകത്തുള്ള CF. അതല്ല നമ്മുടെ CF, അതിന് തൊട്ട് മുകളിലുള്ളതാണ് നമ്മുടെ ആക്ച്വൽ CF എന്ന് പറയുന്നത്. ദെൻ F കാണണം. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ആ ബോക്സിനകത്ത്, അതായത് നമ്മൾ കോളം ആക്കിയതിനകത്തുള്ളത് തന്നെയാണ് നമ്മുടെ F എന്ന് പറയുന്നത്. അവിടെ 20 ആണ്. പിന്നെ C എന്ന് പറഞ്ഞാൽ 10 ആണ്. ക്ലാസ് ഇൻ്റർവെൽ, അതായത് 20, 30 നമ്മുടെ 0, 10, 10, 20, 10, 20, 30 അങ്ങനെ തമ്മിൽ നമ്മൾ ഫസ്റ്റ് കോളത്തിനകത്ത് നമ്മൾ മാർക്സ് എന്ന് പറഞ്ഞ് കൊടുത്ത അതിനകത്താണ് അതിൻ്റെ ഡിഫറൻസ് ആണ് ഈ 10 അഥവാ C എന്ന് പറയുന്നത്. ഈ ക്ലാസ് ഇൻ്റർവെല്ലുകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് 20 നിന്ന് 30 വ്യത്യാസം എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ ഇതാണ് C എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമ്മുടെ ഇക്വേഷൻ, അതായത് L0 പ്ലസ് n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു Cയിലോട്ട് നമ്മുടെ വാല്യൂ കൊടുക്കുക. അപ്പോൾ L0 എന്ന് പറഞ്ഞാൽ 20 പ്ലസ് n/2 25 മൈനസ് CF എന്ന് പറഞ്ഞാൽ 12 ഡിവൈഡഡ് ബൈ F 20 ആണ് ഇൻറ്റു C 10. അപ്പോൾ 20 പ്ലസ് നമ്മുടെ 25 നിന്ന് 12 കുറച്ചാൽ 13 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 10. ദെൻ 20 പ്ലസ് നമ്മുടെ 13/20 എത്രയാണെന്ന് ചോദിച്ചാൽ 0.65 ഇൻറ്റു 10. ദെൻ 20 പ്ലസ് 0.65 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 6.5. അപ്പോൾ 20 പ്ലസ് 6.5 26.5. ഇതാണ് മീഡിയൻ.